ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഫോ മെത്തേഡ് എന്താണെന്നാണ് പഠിച്ചത്. ഫിഫോ മെത്തേഡും അതുപോലെ 2 പ്രോബ്ലം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും 2 പ്രോബ്ലം നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലിഫോ മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫിഫോ മെത്തേഡ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം മാത്രം ലിഫോ മെത്തേഡിലോട്ട് കടക്കുക. കാരണം രണ്ടും തമ്മിൽ മാറിപ്പോകാൻ ചാൻസ് ഒരുപാടുള്ള 2 പ്രോബ്ലംസാണ് ഈ വരുന്ന ഫിഫോ ആൻഡ് ലിഫോ. അതുകൊണ്ട് തന്നെ ഫിഫോ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ലിഫോ മെത്തേഡ് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, അതായത് ലിഫോ മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫിഫോ മെത്തേഡ് നന്നായിട്ട് പഠിച്ചവർ മാത്രം ഈ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ഫിഫോ മെത്തേഡ് പഠിച്ചതിന് ശേഷം വന്ന് ഈ ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നത്, നമ്മൾ ഫിഫോ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാമെന്നായിരുന്നു പറഞ്ഞ്, അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ലിഫോ മെത്തേഡിലോട്ട് കിടക്കാം. അപ്പോൾ പേജ് നമ്പർ 76 നമ്മുടെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്താണെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമുക്ക് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഫിഫോ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഫോളിങ് പ്രൈസ്, എന്ന് പറഞ്ഞാൽ പ്രൈസ് ഫോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അഡ്വാൻറ്റേജ്, ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് മെത്തേഡ്സ് ആർ, ഫസ്റ്റ് വൺ, ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വെൻ ദ പ്രൈസസ് ഓഫ് മെറ്റീരിയൽ ആർ ഫോളിങ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞേക്കുന്നത് ഇത് തന്നെയാണ്, പ്രൈസ് ഫോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഫിഫോ മെത്തേഡ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ചെയ്യാനും എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഫിഫോ മെത്തേഡ്. തേർഡ് വൺ, ആസ് ദ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ദ കറണ്ട് പർച്ചേസ് പ്രൈസ് അണ്ടർ ദിസ് മെത്തേഡ്, ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് റെപ്രസെൻറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഏറ്റവും അവസാനം പർച്ചേസ് ചെയ്ത് അതായത് ആദ്യം പർച്ചേസ് ചെയ്തെല്ലാം കൊടുത്ത് തീർന്നതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും അവസാനം പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ആ മെറ്റീരിയലിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയോ അത് തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ വരുന്നത്. ഇനി ദെൻ ഫോർത്ത് വൺ, മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഓഫ് പർച്ചേസ് ചെയ്യുന്ന ഓർഡർ അനുസരിച്ചാണ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ലോജിക്കൽ മെത്തേഡ് ആസ് ഇറ്റ് അസ്യൂംസ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. അതായത് ഇതൊരു ലോജിക്കലായിട്ട് നോക്കുകയാണെങ്കിലും ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത് തീർക്കുന്നു. അതായത് അവിടെ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാതെ ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഫസ്റ്റ് തന്നെ കൊടുത്ത് തീർക്കുന്ന ഒരു ലോജിക്കലായിട്ട് തന്നെയാണ് ഈ മെത്തേഡ് പോകുന്നത്. ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാൽക്കുലേഷൻസ് ബിക്കം കോംപ്ലിക്കേറ്റഡ് വെൻ ദെയർ ആർ മോർ പർച്ചേസ് ഡ്യൂറിങ് ദ പീരീഡ്. അപ്പോൾ ഒരു പീരീഡിൽ തന്നെ ഒരുപാട് പർച്ചേസ് വരുമ്പം, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒന്നിലധികം പർച്ചേസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ പാടായി വരും. ഏറ്റവും ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ ഇഷ്യൂ ചെയ്യണം, ദെൻ സെക്കൻഡ് പർച്ചേസ് ഇഷ്യൂ ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് പർച്ചേസ് അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് ഇഷ്യൂ വരുമ്പോൾ പ്രൈസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ സിമിലർലി കാൽക്കുലേഷൻസ് ബിക്കം ഡിഫിക്കൽട്ട് വെൻ പ്രൈസസ് ഫ്ലക്ച്വേറ്റ്. അതുപോലെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരേ ദിവസം തന്നെ അല്ലെങ്കിൽ അടുപ്പിച്ച് 2 ദിവസങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുവാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ കൂടുതൽ കോംപ്ലിക്കേഷനായിട്ട് വരുന്നുണ്ട്. ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മേ ലാഗ് ബിഹൈൻഡ് ദ കറണ്ട് എക്കണോമിക് കോസ്റ്റ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും നമ്മുടെ കറണ്ട് എക്കണോമിക് കോസ്റ്റിൻ്റെ പിന്നിലേ വരുള്ളൂ. അതായത് നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കുമ്പോൾ അതായത് അതിന് മുമ്പ് നമ്മൾ ഇഷ്യൂ ചെയ്തതിൻ്റെ പ്രൈസ് ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് കോസ്റ്റ് എത്രയാണ് എന്ന് വെച്ചാൽ നമുക്ക് പ്രസൻ്റ്ലി എത്ര കോസ്റ്റാണ് അതിൻ്റെയും പുറകിലേ നിൽക്കുകയുള്ളൂ. ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഫസ്റ്റ് തന്നെ ഇഷ്യൂ ചെയ്ത് വരുമ്പോഴത്തേനും അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ, സിമിലർ ജോബ് സൈമൾട്ടേനിയസ്ലി സ്റ്റാർട്ടഡ് മേ ബി ചാർജ്ഡ് മെറ്റീരിയൽസ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. അപ്പോൾ ഒരേ തരത്തിലുള്ള ജോലിക്ക് തന്നെ നമുക്ക് പല മെറ്റീരിയൽ പ്രൈസ് നമ്മൾ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് വൺ, ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് റൈസിങ് പ്രൈസസ് പ്രോഡക്റ്റ് കോസ്റ്റ് ആർ അണ്ടർസ്റ്റേറ്റഡ് ആൻഡ് പ്രോഫിറ്റ് ആർ ഓവർസ്റ്റേറ്റഡ്. അതായത് നമുക്ക് പ്രൈസ് റൈസ് ചെയ്യുന്ന ഒരു സമയം അവിടെ വരുമ്പോഴത്തേനും പ്രോഡക്റ്റ് കോസ്റ്റ് അണ്ടർസ്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കും. കാരണം എന്താ, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ ഫോളിങ് പ്രൈസിൽ മേടിച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഫോളിങ് പ്രൈസിൽ മേടിച്ചേക്കുന്നത് നമ്മൾ ആദ്യം കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കുറവാണ് കാണത്തുള്ളൂ. അതുപോലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും കാണും. കാരണം നമ്മൾ ഇത്രയും ചെറിയ എമൗണ്ടിന് മേടിച്ചത് ആയതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഓവർസ്റ്റേറ്റഡ് ആയിട്ടും കാണും. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് പ്രോഡക്റ്റ് കോസ്റ്റ് എപ്പോഴും, അതായത് ഫസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത്
നമ്മൾ പറഞ്ഞത് ഫോളിംഗ് പ്രൈസാണ്. ഈ ഫോളിംഗ് പ്രൈസ് ഉള്ളപ്പോഴാണ് ഈ മെത്തേഡ് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് ഫോൾ ചെയ്ത സമയത്താണ് നമ്മൾ ഇപ്പോൾ 2 രൂപയ്ക്കൊരു മെറ്റീരിയൽ മേടിച്ചു, അത് നമ്മൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് രണ്ടാമത് നമ്മൾ മേടിച്ച ഒരു 3 രൂപയ്ക്കാണെന്ന് വെച്ചോ. അപ്പം ആദ്യത്തെ നമ്മൾ 2 രൂപയ്ക്ക് മേടിച്ചതാണ് ഫസ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഈ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും കറണ്ട് മാർക്കറ്റ് പ്രൈസ് 3-ലായിരിക്കും നിൽക്കുന്നത്, പക്ഷേ നമ്മൾ ഈ 2-നുള്ളതാണല്ലോ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ആ ഒരു സാഹചര്യത്തിൽ പ്രൈസ് റൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറവായിട്ട് തോന്നും. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും തോന്നും, ആക്ച്വലുള്ളതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉള്ളതായിട്ടും തോന്നും. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടി നമുക്ക് ഈ ഫിഫോ മെത്തേഡിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് സ്യൂട്ടബിലിറ്റി. എവിടേക്കാണ് ഈ ഒരു ഫിഫോ മെത്തേഡ് സ്യൂട്ടബിൾ? ഫസ്റ്റത്തേത് ദ മെറ്റീരിയൽ പർച്ചേസ് ആർ ബൾക്ക് ആൻഡ് ഹെവി ആൻഡ് ദ യൂണിറ്റ് പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ആർ മോർ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഒരു സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിലെ യൂണിറ്റ് പ്രൈസസ് വളരെ ഹെവിയാണ്, അല്ലെങ്കിൽ യൂണിറ്റ് പ്രൈസ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫിഫോ മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്പർ വെച്ച് നോക്കുമ്പം നമുക്ക് കുറച്ച് നമ്പേഴ്സ് മാത്രമേ മേടിക്കുന്നുള്ളൂ എങ്കിൽ, ഒരുപാട് നമ്പർ പർച്ചേസ് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫിഫോ മെത്തേഡാണ് സ്യൂട്ടബിൾ. ദാൻ തേർഡ് വൺ പറഞ്ഞേക്കുന്നത് മെറ്റീരിയൽസ് ഹാവ് സ്ലോ കൺസപ്ഷൻ ബട്ട് വെരി വിത്ത് ഹൈ പ്രൈസ്. അപ്പോൾ നമ്മുടെ സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയലിന് സ്ലോ കൺസപ്ഷൻ ആയിരിക്കും, പക്ഷേ ഹെവി പ്രൈസ് ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫിഫോ മെത്തേഡാണ് യൂസ്ഫുൾ ആവുന്നത്. ദെൻ അടുത്ത മെത്തേഡിലോട്ട് നമ്മൾ കടക്കുകയാണ് ലിഫോ മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഇതിനുള്ളിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ 3 അതുപോലെ പ്രാക്ടിക്കൽ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് റിസീവ്ഡ് ലാസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. അതായത് നമ്മുടെ ഫിഫോ മെത്തേഡിന് നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ലിഫോ മെത്തേഡിൽ വരുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത് ആദ്യം ഇഷ്യൂ ചെയ്യുവാണ്. അപ്പം നമ്മുടെ ആദ്യം പർച്ചേസ് ചെയ്ത് അവിടെ തന്നെ കിടക്കും, ലാസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു. ദിസ് മെത്തേഡ് അസ്യൂംസ് ദാറ്റ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഇൻ ദ റിവേഴ്സ് ഓർഡർ ഓഫ് പർച്ചേസ്. ദാറ്റ് മീൻസ് മെറ്റീരിയൽസ് ആർ ഫസ്റ്റ് ഇഷ്യൂഡ് ഫ്രം ദ ലാസ്റ്റ് ലോട്ട്, ദെൻ ഫ്രം ദ ജസ്റ്റ് പ്രീവിയസ് ലോട്ട് ആൻഡ് സോ ഓൺ. അതായത് നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത് എവിടെയാണോ അവിടെ തൊട്ട് നമ്മൾ ഇഷ്യൂ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ബാക്കിലോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനാണ് ലിഫോ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ അറ്റ് ദ ടൈം ഓഫ് റൈസിങ് പ്രൈസ്. ഇപ്പം നമ്മൾ ഫിഫോ മെത്തേഡ് ഫോളിംഗ് പ്രൈസിലാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ നമ്മുടെ ലിഫോ മെത്തേഡ് വരുമ്പോൾ നമ്മൾ റൈസിങ് പ്രൈസിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ ഈസ് ചാർജ്ഡ് അറ്റ് ദ റീസെൻറ്റ് പ്രൈസ്. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് നമ്മൾ പ്രൊഡക്ഷനിലോട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഏറ്റവും റീസെൻറ്റ് പ്രൈസ് ഏതാണോ അതിനാണ് നമ്മൾ പ്രോഡക്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് റീസെൻറ്റ് പ്രൈസിൽ തന്നെ കാണിക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ദ ബൾക്കി മെറ്റീരിയൽ വിത്ത് ഹൈ യൂണിറ്റ് പ്രൈസ്. അപ്പോൾ ഹൈ യൂണിറ്റ് പ്രൈസ് ഹൈ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലിഫോ മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈസി ടു കാൽക്കുലേറ്റ്, സിമ്പിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഈസി ആണോ അതോ ഫിഫോ ആണോ ഈസി എന്നുള്ളത്. ഇൻ ടൈംസ് ഓഫ് ഇൻഫ്ലേഷൻ ദിസ് മെത്തേഡ് ഈസ് മോർ സ്യൂട്ടബിൾ ബിക്കോസ് ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി വാല്യൂഡ് അറ്റ് ദ ലോവസ്റ്റ് പ്രൈസ്. അപ്പം പ്രൈസ് ഹൈ ആയിരിക്കുമ്പോൾ നമ്മൾ ഹൈ പ്രൈസിൽ പർച്ചേസ് നടത്തുന്ന ആ ഒരു റൈസിങ് പ്രൈസിലാണ് നമ്മൾ ലിഫോ മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലേഷൻ്റെ ടൈമിൽ നമുക്ക് പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് ഈ ഒരു മെത്തേഡാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ലോവസ്റ്റ് പ്രൈസിലായിരിക്കും കാണിക്കുന്നത്. അതായത് നമ്മൾ പ്രൈസ് കുറഞ്ഞ് നിൽക്കുമ്പോൾ പർച്ചേസ് ചെയ്തതായിരിക്കും നമ്മൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കാണിക്കുന്നത്. ഇനി ദീസ് മെത്തേഡ് ഓൾസോ സഫേഴ്സ് ഓൺ ദ ഫോളോയിങ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് കൺസിഡറബിൾ ക്ലറിക്കൽ വർക്ക്. അതായത് ഫിഫോ മെത്തേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിഫോ മെത്തേഡിന് കൂടുതൽ വർക്ക് നമുക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു. ഇറ്റ് ടെൻസ് ടു ഇൻഫ്ലേറ്റ് പ്രോഫിറ്റ് ഇൻ ടൈംസ് ഓഫ് ഫോളിംഗ് പ്രൈസ് ഫോൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഇൻഫ്ലേറ്റഡ് ആയിട്ട് കാണിക്കാനൊരു ചാൻസ് ലിഫോ മെത്തേഡിനുണ്ട്. നെക്സ്റ്റ് ഈവൻ ഇഫ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഇറ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ കറണ്ട് പ്രൈസ് ലെവൽ. അപ്പോൾ നമ്മുടെ കോസ്റ്റിലാണ് അതായത് കറണ്ട് കോസ്റ്റിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും നമുക്ക് കറണ്ട് പ്രൈസ് ലെവൽ ആയിരിക്കത്തില്ല കാണിക്കുന്നത്. കാരണം എന്താ, നമ്മൾ ലാസ്റ്റത്തെയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും
അതായത് ഇഷ്യൂ ചെയ്ത് വരുമ്പോൾ ഏറ്റവും അവസാനം വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പർച്ചേസ് ചെയ്തായിരിക്കും നമ്മൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കറണ്ട് പ്രൈസ് ലെവലാണ് കാണിക്കുന്നതെന്ന് നമുക്കിത് പറയാനായിട്ട് സാധിക്കത്തില്ല. ദെൻ ഫോർത്ത് വൺ, അണ്ടർ ദിസ് മെത്തേഡ് കമ്പാരിസൺ ബിറ്റ്വീൻ വൺ ജോബ് ആൻഡ് ദ അതർ ജോബ് വിൽ ബിക്കം ഡിഫിക്കൽട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് ജോബുകൾ തമ്മിൽ ലിഫോ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ജോബുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണെന്നാണ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞേക്കുന്നത്. ദെൻ സ്യൂട്ടബിലിറ്റി, എവിടേക്കാണ് ലിഫോ മെത്തേഡ് സ്യൂട്ടബിൾ? The material price are purchased are bulky and the unit price of material are very high. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മുടെ ഫിഫോ മെത്തേഡിൽ പറഞ്ഞിരുന്നത് ബൾക്കായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമെങ്കിലും യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ യൂണിറ്റ് പ്രൈസ് ഹൈ ആണെങ്കിൽ നമുക്ക് ലിഫോ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ ദ പർച്ചേസ് ആർ വെരി ഫ്യൂ ഇൻ നമ്പർ, നമ്മൾ കുറച്ച് ഫ്യൂ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് ലിഫോ മെത്തേഡ് തന്നെയാണ് കൂടുതൽ. ലിഫോ രണ്ടും സ്യൂട്ടബിളാണ്. ദെൻ ദ മെറ്റീരിയൽസ് ഷുഡ് ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈഡ് ആസ് ബിലോങ്ങിങ് ടു എ പർട്ടിക്കുലർ പർച്ചേസ്ഡ് ലോട്ട്. അത് പറഞ്ഞേക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽ ഏത് ലോട്ടിൽ നിന്നാണ് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിഫോ മെത്തേഡാണ് സ്യൂട്ടബിൾ. കാരണം നമ്മൾ എപ്പോഴും ലാസ്റ്റ് പർച്ചേസ് ചെയ്തിരുന്നായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഏത് ലോട്ടിൽ നിന്നാണ് ഇഷ്യൂ നടത്തിയെന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിഫോ മെത്തേഡിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ പ്രോബ്ലത്തിലോട്ട് കടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫിഫോ മെത്തേഡ് പോലെ തന്നെ ലിഫോ മെത്തേഡിനും സെയിം തന്നെയാണ് നമ്മുടെ ഫോമാറ്റൊക്കെ വരുന്നത്. നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ നടത്തേണ്ടത്. അപ്പോൾ ഇവിടെ പ്രോബ്ലം തന്നിട്ടുണ്ട്, സെയിം പ്രോബ്ലം തന്നെയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഫിഫോ മെത്തേഡിൽ ഫസ്റ്റ് ചെയ്ത സിമിലർ പ്രോബ്ലം തന്നെയാണ് ഇവിടെയും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ജനുവരി 1 നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുന്നില്ല, സൊല്യൂഷനും ക്വസ്റ്റ്യനും ഒരുമിച്ച് പറഞ്ഞു പോകാം. അപ്പോൾ ജനുവരി 1 പർച്ചേസ് നടത്തിയേക്കാണ് 200 യൂണിറ്റ്സ് 2 റുപ്പീസിന്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നോർമലി ചെയ്യുന്ന പോലെ തന്നെ റെസിപ്റ്റ് കോളത്തിൽ 200 ടു ടോട്ടൽ 400 എഴുതുക. ഇഷ്യൂസ് ഒന്നും നടന്നിട്ടില്ല. ബാലൻസ് കോളത്തിലോട്ട് നമ്മൾ ആ 200 ടു 400 എഴുതുക. ദെൻ ജനുവരി 5 വീണ്ടും അഗെയിൻ പർച്ചേസ്ഡ് 300 യൂണിറ്റ്സ് അറ്റ് 3 റുപ്പീസ്. ദെൻ അത് റെസിപ്റ്റ് കോളത്തിൽ കാണിക്കുക. 300 യൂണിറ്റ്സ് 900. നമുക്ക് ആ ഒരു ദിവസവും ഇഷ്യൂസ് ഒന്നും നടക്കുന്നില്ല. ദെൻ ബാലൻസ് കോളത്തിൽ ഫസ്റ്റ് നമ്മുടെ ജനുവരി 1 200ഉം അതുപോലെ ജനുവരി 15 300ഉം ഒരുമിച്ച് കാണിക്കുക. ദെൻ ജനുവരി 10 ആയപ്പം ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ 250 യൂണിറ്റ് 250 ഇൻറ്റു ഓക്കെ, ഇവിടെ തൊട്ടാണ് നമുക്ക് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. 250 യൂണിറ്റ്സ് 250 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലിഫോ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് ഇഷ്യൂ നടത്തേണ്ടത്. അപ്പം നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത് ഇവിടെ ബാലൻസ് കോളത്തിൽ നോക്കിയറിയാം 300 യൂണിറ്റാണ് നമ്മൾ ലാസ്റ്റ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 300 യൂണിറ്റ്സിൽ നിന്ന് നമ്മൾ 250 എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 300 നിന്ന് 250 എടുത്ത് 3 രൂപയ്ക്ക് കൊടുത്ത് 750 വരും. അപ്പോൾ നമ്മുടെ ബാലൻസ് കോളത്തിൽ ഫസ്റ്റ് കിടക്കുന്ന 200 അതേപോലെ തന്നെ എടുത്ത് എഴുതുക. നമ്മൾ രണ്ടാമത് ഈ 300 നിന്നാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ 300 നിന്ന് 250 കുറച്ച ശേഷം 50 യൂണിറ്റ് 3 റുപ്പീസിന് കാണിക്കുക. ദെൻ ജനുവരി 15 എഗെയിൻ പർച്ചേസ് നടത്തിയേക്കുവാണ് 400 യൂണിറ്റ്സ് റെസിപ്റ്റ് കോളത്തിൽ 4 റുപ്പീസിന് കാണിക്കാം. ബാലൻസ് കോളത്തിൽ വരുമ്പം ഏറ്റവും ഫസ്റ്റ് 200 അതുപോലെ തന്നെ കിടക്കുന്നു. ദെൻ രണ്ടാമത് പർച്ചേസ് ചെയ്ത് 300 നമ്മൾ 250 ഇഷ്യൂ ചെയ്തതിന് ശേഷം 50 യൂണിറ്റ്സ് കിടപ്പുണ്ട്. ദെൻ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത 400 യൂണിറ്റും കാണിച്ചു കൊടുക്കുക. ദെൻ ജനുവരി 20 വീണ്ടും എഗെയിൻ ഇഷ്യൂ ചെയ്തേക്കാണ് 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്തേക്കാണ്. ശ്രദ്ധിച്ചോണം, ഇനി നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 300 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മുടെ ബാലൻസ് കോളത്തിൽ നോക്കാം 3 ബാലൻസ് കിടപ്പുണ്ട്. നമ്മൾ ഏതിൽ നിന്നാണ് ലിഫോ മെത്തേഡ് വരുമ്പം ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത്, അതായത് ഏറ്റവും ലാസ്റ്റ് പർച്ചേസ് ചെയ്തെന്ന് വേണം എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 400 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 300 യൂണിറ്റ്സ് നമ്മൾ എടുത്ത് കൊടുക്കുകയാണ്. അപ്പം 300 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 1200. ബാക്കി നമ്മുടെ ബാലൻസ് അതേപോലെ തന്നെ എടുത്തെഴുതുക 250. ദെൻ നമ്മുടെ 400 300 പോയി കഴിയുമ്പോൾ ബാക്കി 100 യൂണിറ്റ്സ് 4 റുപ്പീസിന് കാണിക്കുക. ഇത്രയാണ് നമ്മുടെ ബാലൻസ് ആയിട്ട് നിൽക്കുന്നത്. ദെൻ ജനുവരി 25 വരുമ്പോൾ വീണ്ടും
പർച്ചേസ് നടത്തിയേക്കാണ് 500 യൂണിറ്റ്. അതുകൂടി വരുമ്പോൾ നമ്മുടെ ബാലൻസ് കോളത്തിൽ ഇപ്പോൾ 4 ബാലൻസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ഇഷ്യൂസ് നടത്തിയേക്കുന്നു, 600 യൂണിറ്റ് ഇഷ്യൂ നടത്തിയേക്കുന്നു. അപ്പം നമ്മൾക്ക് നോക്കുക, ബാലൻസ് കോളം നോക്കുക. ഇഷ്യൂ നടത്തുമ്പം ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തത് 500 യൂണിറ്റ് ആണ്. അപ്പോൾ ആ 500 യൂണിറ്റ് ഫുള്ള് നമ്മൾ എടുത്ത് കൊടുക്കുക. ദെൻ നമുക്ക് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ബാലൻസ് എന്ന് പറയുന്നത് 100 യൂണിറ്റ് കിടപ്പുണ്ട്. ആ 100 യൂണിറ്റ്സും കൂടി നമ്മൾ എടുത്തു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 600 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. ഇനി ബാലൻസ് നമ്മൾ ബാക്കിയുള്ള 200 × 2 എഴുതുക, അതുപോലെ 50 യൂണിറ്റും എടുത്തെഴുതുക. ഇപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 200 × 2 400 പ്ലസ് 50 × 3 150 = 550 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിഫോ മെത്തേഡിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത്, നമ്മുടെ എപ്പോഴും ബാലൻസ് കോളത്തിലോട്ട് നോക്കുക. ബാലൻസ് കോളത്തിലോട്ട് നോക്കിയതിന് ശേഷം ആ ഒരു ലാസ്റ്റ് കിടക്കുന്ന ബാലൻസ് ഏതാണോ അതിൽ നിന്ന് വേണം നമ്മൾ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മൾ ലിഫോ മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫിഫോ മെത്തേഡിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു, നമ്മുടെ ഫസ്റ്റ് ബാലൻസ് എത്രയാണോ കിടക്കുന്നത് അതിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് വേണം വരാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചോണം. ഇനി അടുത്ത ഇല്ലുസ്ട്രേഷൻ 4, അതായത് അതിനകത്ത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസും കൂടി വരുന്നൊരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞ് നിർത്താം. അതിനുശേഷം ഇന്നലെ തന്ന പോലെ, അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു ലിഫോ മെത്തേഡ് വരുന്ന 1-2 പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യാൻ തരുന്നുണ്ട്. അതിനുശേഷം ലിഫോയും ഫിഫോയും വരുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇതെല്ലാത്തിനു ശേഷമാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കേണ്ടത്. ദെൻ ഇല്ലുസ്ട്രേഷൻ 4, ഇവിടെയും നമുക്ക് ബാലൻസ് കോളം, അതായത് ഓപ്പണിംഗ് ബാലൻസ് മാർച്ച് 1 തൊട്ട് മാർച്ച് 31 വരെയുള്ള ട്രാൻസാക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പം മാർച്ച് 1 ഒരു ഓപ്പണിംഗ് ബാലൻസ് കിടപ്പുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ നോക്കാം. നോക്കിക്കോ, നമുക്ക് സൊല്യൂഷൻ നോക്കിക്കേ. മാർച്ച് 1 ബാലൻസ് നമ്മൾ എങ്ങോട്ട് എഴുതണം, ബാലൻസ് കോളത്തിലോട്ട് എഴുതണം. 250 യൂണിറ്റ് 10 രൂപയ്ക്ക്, ടോട്ടൽ 2500 രൂപയ്ക്കുള്ള ബാലൻസ് കിടപ്പുണ്ട്. മാർച്ച് 5 നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുവാണ്. എത്രയാണ്, 150 യൂണിറ്റ്. അപ്പം നമുക്ക് വേറെ ബാലൻസ് കോളത്തിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പർച്ചേസ് ഒന്നും നടത്താത്തതുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് തന്നെ നമ്മൾ ഇഷ്യൂ നടത്തുകയാണ്. 150 യൂണിറ്റ് 10 രൂപയ്ക്കും 1500 രൂപയ്ക്ക് നമ്മൾ ഇഷ്യൂ നടത്തുകയാണ്. ശേഷം ബാലൻസ് 100 യൂണിറ്റ്സേ ഉള്ളൂ. ദെൻ 8-ാം തീയതി നമ്മൾ റിസീവ് ചെയ്തു, അതായത് പർച്ചേസ് ചെയ്തു. 300 യൂണിറ്റ് പർച്ചേസ് ചെയ്തേക്കാണ് 15 രൂപയ്ക്ക്. അപ്പോൾ 300 × 15 4500. 8-ാം തീയതി വേറെ ഇഷ്യൂസ് ഒന്നും നടന്നിട്ടില്ല. ബാലൻസ് കോളത്തിൽ നമ്മുടെ ഫസ്റ്റ് തൊട്ട് മുന്നത്തെ 100 × 10,000 യൂണിറ്റിൻ്റെ ബാലൻസ് കിടപ്പുണ്ട്. അതുപോലെ നമ്മൾ ഫ്രഷ് പർച്ചേസ് നടത്തിയ 300 യൂണിറ്റ്സും കൂടി കാണിക്കുക. ദെൻ മാർച്ച് 13 ഇഷ്യൂ ചെയ്തേക്കുവാണ്, 200 യൂണിറ്റ് ഇഷ്യൂ ചെയ്തേക്കാണ്. അപ്പോൾ നോക്കിയാൽ 200 യൂണിറ്റ്സ് നമ്മൾ ഏതിൽ നിന്നാണ് എടുക്കേണ്ടത്, നമ്മുടെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് 300 യൂണിറ്റ്സ് ആണ്. ആ 300 യൂണിറ്റ്സിന് നമ്മൾ 200 യൂണിറ്റ്സ് എടുത്ത് കൊടുക്കുകയാണ് 15 രൂപയ്ക്ക്. 3000, ടോട്ടൽ 3000. അപ്പോൾ നമ്മുടെ ബാലൻസ് കോളത്തിൽ ഫസ്റ്റത്തെ 100ഉം ഇപ്പോൾ നമ്മൾ 300ൽ നിന്ന് 200 എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള 100ഉം, അങ്ങനെ 200 യൂണിറ്റ് റേറ്റ് 10ഉം 15ഉം വെച്ച് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് 18-ാം തീയതി വീണ്ടും പർച്ചേസ് ചെയ്തേക്കുവാണ്. 100 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തേക്കുവാണ്. അപ്പോൾ 100 യൂണിറ്റ്സ് 12 രൂപയ്ക്ക് 1200 രൂപ. അപ്പോൾ ബാലൻസ് കോളത്തിൽ ഫസ്റ്റത്തെ 200ഉം നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത 100 യൂണിറ്റും വരുന്നുണ്ട്. ഇനി 25-ാം തീയതി ഇഷ്യൂ ചെയ്തേക്കുവാണ്, 200 യൂണിറ്റ് ഇഷ്യൂ ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ 200 യൂണിറ്റ് ഏതാ എടുത്ത് കൊടുക്കേണ്ടത്, ലാസ്റ്റ് കിടക്കുന്ന 12 രൂപ യൂണിറ്റ് പ്രൈസുള്ള 100 യൂണിറ്റ് എടുത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം 15 രൂപ പ്രൈസുള്ള 100 യൂണിറ്റും കൂടി എടുത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് ഏറ്റവും ഫസ്റ്റത്തെ 10 രൂപ യൂണിറ്റ് പ്രൈസുള്ള 100 യൂണിറ്റ് ബാലൻസ് ഉണ്ട്. ഇനി 30-ാം തീയതി ആയപ്പോൾ എഗെയിൻ 400 യൂണിറ്റ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് 10 രൂപയ്ക്ക്. അത് നമ്മൾ റെസിപ്റ്റ് കോളത്തിൽ കാണിക്കുക. ഇഷ്യൂസ് ഒന്നും നടന്നിട്ടില്ല. ബാലൻസ് കോളത്തിൽ തൊട്ട് മുന്നത്തെ 100 യൂണിറ്റ്സും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ 400 യൂണിറ്റ്സ് ഇപ്പോൾ പർച്ചേസ് ചെയ്തതും കൂടി കാണിച്ചുകൊള്ളുക. ഇനി ലാസ്റ്റ് ഇഷ്യൂ ചെയ്തേക്കുന്ന മാർച്ച് 31-ന് 200 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിട്ട് നമ്മൾ പർച്ചേസ് നടത്തിയ 400 യൂണിറ്റ്സിൽ നിന്ന് നമ്മൾ 200 യൂണിറ്റ്സ് എടുത്ത് കൊടുക്കുക. 200 യൂണിറ്റ്സ് ഇൻറ്റു 10 2000 നമ്മൾ ഇഷ്യൂ ചെയ്യുക. ദെൻ നമുക്ക് ബാലൻസ് വരുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന 100 യൂണിറ്റ്സും നമുക്ക് 400ൽ നിന്ന് ബാക്കി 200 പോയി കഴിയുമ്പോൾ ഉള്ള 200 യൂണിറ്റ്സ് നമുക്ക് ബാലൻസ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1000 + 2000 3000ൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ
ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ FIFO മെത്തേഡ് ചെയ്തതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ചാർജ് ടു പ്രൊഡക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ കാണിക്കേണ്ടത്, ഇഷ്യൂ കോളത്തിലെ എമൗണ്ട് എല്ലാം കൂടി കൂട്ടി എഴുതിയാൽ മതി. അതായത് ഇഷ്യൂ കോളത്തിൽ 1500 പ്ലസ് 3000 പ്ലസ് 1200 പ്ലസ് 1500 പ്ലസ് 2000 ഈസ് ഈക്വൽ ടു 9200 ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ലിഫോ മെത്തേഡിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രീതി. അപ്പോൾ ഈ ലിഫോ മെത്തേഡും FIFO മെത്തേഡും ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകാതെ നിങ്ങൾ ക്ലിയറായിട്ട് തന്നെ പഠിച്ചു കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ഹോംവർക്ക് കുറച്ച് പേര് മാത്രമാണ് എനിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർ FIFO മെത്തേഡിൻ്റെ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ലിഫോ മെത്തേഡിൻ്റെ ഹോംവർക്ക് ചെയ്താൽ മതിയാവും. പിന്നെ ഒരു കാര്യം, ഞാനിങ്ങനെ നമ്മൾ പ്രോബ്ലം പഠിക്കുമ്പോൾ ഈ മെത്തേഡ് വൈസ് പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന അന്നന്ന് തന്നെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുകയും അന്ന് തന്നെ നിങ്ങൾ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. കാരണം ഓരോ മെത്തേഡായിട്ട് പഠിച്ചു പോകും. ഇനി സിമ്പിൾ ആവറേജ് വരുന്നുണ്ട്, വെയ്റ്റഡ് ആവറേജ് വരുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഇതൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ക്ലാസ് അന്നന്ന് തന്നെ നിങ്ങൾ പഠിക്കുകയും ഹോംവർക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കും ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നമുക്ക് ലിഫോ മെത്തേഡിൻ്റെ 2 പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 100 പ്രാക്ടിക്കൽ പ്രോബ്ലം 2ഉം അതുപോലെ തന്നെ 101 പ്രാക്ടിക്കൽ പ്രോബ്ലം 6ഉം ഇത് രണ്ടും ഒന്ന് ചെയ്ത് കൊടുക്കുക. പ്രാക്ടിക്കൽ പ്രോബ്ലം 2 ആൻഡ് 6 ഇത് രണ്ടും ചെയ്ത് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സിമ്പിൾ ആവറേജ് മെത്തേഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലിഫോ മെത്തേഡിനെയും FIFO മെത്തേഡിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ FIFO മെത്തേഡ് ലിഫോ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. വൈറ്റ് ബോർഡിൽ ചെയ്ത് കാണിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഒട്ടും മനസ്സിലായില്ല എന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾ FIFO മെത്തേഡ് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ട്യൂട്ടോറിയൽ വീഡിയോസ് വിത്ത് പ്രോബ്ലംസ് കിട്ടും. അത് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ലിഫോ മെത്തേഡ് പറഞ്ഞ ഇന്നത്തെ ക്ലാസ് നമുക്ക് തീർക്കാം. ഓക്കെ.